കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈ രണ്ട് കൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. ഇനി ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വേരിയബിൾ വെലോസിറ്റി? ഇതിൻ്റെ ആൻസർ, ഒരു ബോഡിക്ക് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെലോസിറ്റി വേരിയബിൾ ആവാൻ സാധിക്കുമോ? അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കല്ല് ചരടിൽ കെട്ടിയിട്ട് സപ്പോസ് വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്, അപ്പോൾ അതൊരു യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിളായി അല്ലേ. സർക്കിളിലാണ് അത് പോകുന്നത്. പാത്ത് ഓഫ് ദി സ്റ്റോൺ ഈസ് എ സർക്കിൾ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കറക്കുന്ന സമയത്ത് ഒരേ സ്പീഡിലാണ് നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് മോഷൻ, ആ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ ഈ വട്ടത്തിൽ കറക്കുന്ന കല്ല് ഏത് ഭാഗത്തേക്കാണ് തെറിച്ചു പോവുക? നേരെ താഴേക്കല്ല വീഴുക. ഇറ്റ് വിൽ ഫ്ലൈ അലോങ് ദി ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ കൈ വിടുന്നത് അവിടെ നേരെ വെർട്ടിക്കലി താഴത്തേക്കല്ല വീഴുന്നത്. ഇറ്റ് വിൽ ഫ്ലൈ ഓഫ് അലോങ് ദ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് കൈ വിടുന്നതെങ്കിൽ അത് ഈ ഡയറക്ഷനിൽ പോകും. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ കൈ വിടുന്നതെങ്കിൽ അത് ഈ ഡയറക്ഷനിൽ, ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ the direction of velocity is different at different instance of motion. The direction of velocity is different at different instance of motion. The magnitude is a constant. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വേരിയബിൾ വെലോസിറ്റി. The direction of velocity at any instant is along the tangent at that instant. So this is an example. Uniform circular motion is an example of a case where the speed is constant but velocity is variable. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ടൈം ഇൻ്റർവെല്ലിൽ ബോഡി എത്ര വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റീൻ്റെ നമുക്ക് ഇങ്ങനെ വി ആവറേജ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ വി എന്നിട്ടിട്ട് ബാർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആവറേജ് വെലോസിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഈ ടെൽസ് us about the velocity of the body over a long time interval. ഇപ്പോൾ ഒരു ബസ് പാലക്കാട് നിന്ന് കൊടുവായൂർക്ക് പോകുന്ന ബസ് 9 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്തു. കൊടുവായൂരിൽ അത് 9:20 എത്തി എന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര സമയം എടുത്തു? 20 മിനിറ്റ് എടുത്തു അല്ലേ പാലക്കാട് നിന്ന് കൊടുവായൂർ എത്താൻ. ഇറ്റ് ഹാസ് ടേക്കൺ 20 മിനിറ്റ്സ്. ഇനി പാലക്കാട് തൊട്ട് കൊടുവായൂർ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ ടു പ്ലേസസ് എന്ന് പറയുന്നത്, ആ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 12 കിലോമീറ്റർ. അപ്പോൾ 12 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 20 മിനിറ്റ്സ്. ഇതിനെയാണ് നമ്മൾ ആവറേജ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഈ എക്സാമ്പിൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ബസ് 9 സ്റ്റാർട്ട് ചെയ്ത് 9:20 എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ടേം ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഡിസ്റ്റൻസ് എടുക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ ഇതെന്താവും? ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ആവറേജ് സ്പീഡാവും അല്ലേ. ആവറേജ് സ്പീഡാണെങ്കിൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ആ ബസ് പോകുന്ന പാത്ത് കവേർഡിൻ്റെ ലെങ്ത് ഓഫ് ദ പാത്താണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കിട്ടും. ഇനി ഇൻസ്റ്റൻറ്റ്, അപ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ബോഡി എന്നുള്ളതാണ് നമുക്ക് ഇതിന്ന് കിട്ടുന്നത്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് വൺ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് മോഷൻ വാട്ട് ഈസ് ദ സ്പീഡ്. അതായത് ഇപ്പോൾ 9:12 എന്നുള്ള സമയത്ത് ബസ് എത്ര സ്പീഡിലായിരുന്നു പോകുന്നത്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ 9:12 ബസ്സിൻ്റെ സ്പീഡ് എന്തായിരുന്നു, അല്ലെങ്കിൽ 9:10 ബസ്സിൻ്റെ സ്പീഡ് എന്തായിരുന്നു? ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വാട്ട് ഈസ് ദ സ്പീഡ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇനി നമ്മൾ സ്പീഡ് എന്ന് പറയുന്നതിന്
പകരം വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇതിലൊക്കെ മാറ്റം വരും അല്ലേ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആവുമ്പോൾ ഡിസ്റ്റൻസ് എന്നുള്ളതിന് പകരം ഡിസ്പ്ലേസ്മെന്റ് എഴുതണം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇനി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിന് എങ്ങനെയാണ് ഫോർമുല? ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ എപ്പോഴും ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, x2 എന്നുള്ള ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. അതായത് ഡെൽറ്റ എക്സ്, ആ ചേഞ്ച് ഇൻ പൊസിഷൻ, ചേഞ്ചിനെയാണ് ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ഇന്റർവെൽ ആണ് ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ. ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് ഇവിടെ ആ ടൈം ഇൻ്റർവെൽ ഇപ്പോൾ 20 മിനിറ്റ് എടുത്തു എന്നുള്ള ആ 20 മിനിറ്റ് എന്നുള്ളതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിൻ്റെ ഫോർമുല ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി ആസ് എ ടൈം ഇൻ്റർവെൽ ടെൻസ് ടു 0. ഇവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0, 0യിലേക്ക് അടുക്കുന്നു. അതൊരു ചെറിയ ഇൻസ്റ്റൻ്റ് ആയി ലോങ് ടൈം ഇൻ്റർവെൽ എന്നുള്ളത് ഒരു ചെറിയ നിമിഷമായി ഇൻസ്റ്റൻ്റ് ആയി കുറയുന്നു എന്നുള്ളതാണ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. 0 ആവില്ല, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് 9:15 എന്തായിരുന്നു സ്പീഡ്, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ് ഇതിന് പറയുക. ഇനി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ടൈമിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമ്പോൾ എക്സിൽ എത്ര മാറ്റം ഉണ്ടായി, ടൈമിൽ ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ പൊസിഷനിൽ വാട്ട് ഈസ് ദ ചേഞ്ച് എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി എക്സ്. ഈ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ +2 മാത്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കി വയ്ക്കുക. ടൈമിൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ പൊസിഷനിലെ ചേഞ്ച് എത്രയാണ്, അതാണ് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല അങ്ങനെ തന്നെ പഠിക്കുക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. Instantaneous velocity is dx by dt.